أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين صدق الله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الله ربي عليه توكلت نعم المولى ونعم النصير. ആദരണീയരായ അള്ളാഹുവിൻ്റെ അടിയാറുകളെ, സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലെപ്പോഴും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നവരും ഹലാലുകളെയും ഹറാമുകളെയും സൂക്ഷിക്കുന്നവരും പാലിക്കുന്നവരുമായ മുത്തഖീങ്ങളായി ജീവിക്കാൻ ആദ്യമേ വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു അവൻ്റെ മുത്തഖീങ്ങളായ അടിയാറുകളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങൾ നമുക്കോശാരമായി തന്നവനാണ് പടച്ച തമ്പുരാൻ. അത് നമ്മുടെ ആരോഗ്യമാണെങ്കിലും ആഹാരമാണെങ്കിലും അത്താണിയാണെങ്കിലും എല്ലാം അള്ളാഹു അറിഞ്ഞു തന്നതുകൊണ്ട് മാത്രം നമുക്ക് ലഭിച്ചതാണ്. കണ്ണും കാതും കയ്യും കാലും ഉൾപ്പെടെ നമുക്കുള്ളതെല്ലാം കരുണാമയനായ റബ്ബ് കനിഞ്ഞേകിയതാണ് എന്ന തിരിച്ചറിവാണ് വിശ്വാസിയെ ഏത് സന്ദർഭത്തിലും നന്ദിബോധമുള്ളവനാക്കി നിലനിർത്തുന്നത്. അതുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ചെറുതാകട്ടെ വലുതാകട്ടെ, അതിനോട് നന്ദി കാണിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ സൽവൃത്തരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമുക്കിടയിൽ ഉള്ള രോഗികൾക്ക് അള്ളാഹു രോഗശമനവും, കടബാധ്യതർക്ക് അതിൽ നിന്ന് മോചനവും, കിടപ്പാടമില്ലാത്ത ഒരുപാട് സഹോദരങ്ങൾ അവർക്ക് ഭവനവും, മാനസിക ദുഃഖങ്ങൾ പേറുന്നവർക്ക് ആശ്വാസവും, മരണപ്പെട്ടവർക്ക് ജന്നാത്തുൽ ഫിർദൗസും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൽ നമ്മുടെ പ്രതിനിധികളായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് പരിപൂർണതയോടെ ആ പരിശുദ്ധ കർമ്മം പൂർത്തിയാക്കാൻ പടച്ച തമ്പുരാൻ അങ്ങനെ അവർ പരിശുദ്ധരായി നാട്ടിലണയാനും പിഞ്ചു കുഞ്ഞിനെ പോലെ, പിറന്നു വേണ പിഞ്ചു കുഞ്ഞിനെ പോലെ പരിശുദ്ധരായി നാട്ടിലണയാനും അള്ളാഹു അവർക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. തുടർന്ന് അള്ളാഹുവിൻ്റെ അഭീഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവരും എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരും അള്ളാഹുവിൻ്റെ വെറുപ്പിനെയും അവൻ്റെ കോപത്തെയും ഭയപ്പെടുന്നവരുമായ യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ അവരെയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സുപ്രധാനമായ ഇടങ്ങളും ചടങ്ങുകളുമൊക്കെ സജീവമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്കറിയാം. ലോകത്തിൻ്റെ നാനാദിക്കിൽ നിന്നും ഒരുമിച്ച് കൂടിയ വിശ്വാസികളുടെ സംഘം അലകടൽ പോലെ ആവേശത്തോടുകൂടി ഹറമിൻ്റെയും അതിൻ്റെ പരിസരങ്ങളിലും നിറഞ്ഞു കവിഞ്ഞു. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ അള്ളാഹു നടത്തിയ ഹജ്ജിനായുള്ള ക്ഷണത്തിന് ലബ്ബൈക്ക് വിളികളോടെ, ലബ്ബൈക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ഹാജർ എന്നാണ്. ഇതാ ഞങ്ങൾ ഹാജർ എന്ന ലബ്ബൈക്ക് വിളികളാൽ അന്തരീക്ഷവും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ഇനിയുള്ള നിമിഷങ്ങൾ ഹജറുൽ അസ്വദും ഹാജറയും ഹിജ്ർ ഇസ്മായിലുമൊക്കെ ഹജ്ജാജിമാരുടെ ഹൃദയങ്ങളെ തരിലണിയിക്കുന്ന നിമിഷങ്ങളാണ്. അതുപോലെ തന്നെ സഅയും സഫാ മർവ കുന്നുകളും സംസം കിണറുമൊക്കെ
സത്യവിശ്വാസിയുടെ ആത്മീയദാഹം ശമിപ്പിക്കുന്ന ദിവസങ്ങളും ദിനരാത്രങ്ങളുമാണ്. മിനയും മുസ്തലിഫയും മാത്രമല്ല, മത്താഫും മക്കാമു ഇബ്രാഹീമും മസ്ജിദുൽ ഹറാമും സത്യവിശ്വാസികൾക്ക് മറക്കാനാവാത്ത, മനസ്സിൽ നിന്ന് മായാത്ത മുദ്രകൾ പതിപ്പിക്കുന്ന സന്ദർഭങ്ങളാണ്. അറഫ മൈതാനിയിൽ ദുൽഹജ്ജ് 9 അറഫ മൈതാനിയിൽ അള്ളാഹുവുമായി പകൽ മുഴുവൻ പ്രാർത്ഥനയിൽ ഏർപ്പെടുന്ന സത്യവിശ്വാസികൾ അകമറിഞ്ഞും അതുപോലെ തന്നെ അകമഴിഞ്ഞും പ്രാർത്ഥിക്കുന്ന സന്ദർഭം. പാപങ്ങളുടെ പാപഭാരങ്ങൾ ആ പശ്ചാത്താപത്തിലൂടെ പരിഹരിച്ച് പുണ്യഭൂമിയിൽ നിന്ന് പരിശുദ്ധരായി തിരിച്ചു വരാനുള്ള ഏറ്റവും നല്ല സന്ദർഭങ്ങളായിട്ടാണ് അവരുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുക. അങ്ങനെ പുതിയ ഇബ്രാഹിമുമാരായി, പുതിയ ഇസ്മായിലുമാരായി, പുതിയ ഹാജറമാരായി വിശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും ജീവിക്കുന്ന മാതൃകകളായി തിരിച്ചു വരുന്ന ഒരു വലിയ പ്രക്രിയയാണ്, വലിയ സംഗമമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് ലോകത്തിന് സംഭാവന ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഹജ്ജിനെ കുറിച്ച് പരാമർശിച്ചപ്പോ, അതിന്റെ പ്രയോജനത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഉപയോഗിച്ച പദം ലിയശ്ഹദു മനാഫിഅ ലഹും, അതിന്റെ പ്രയോജനം ഓരോരുത്തരും സാക്ഷിയാകാൻ വേണ്ടിയാ എന്നാണ്. ഓരോരുത്തരുടെയും ഭക്തിയുടെ, ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിന്റെ, ഓരോരുത്തരുടെയും വിശ്വാസദാർഢ്യത്തിന്റെ വ്യത്യാസങ്ങൾ അനുസരിച്ച് ഹജ്ജിൽ നിന്ന് ഓരോരുത്തർക്കും ലഭിക്കുന്ന പാഠങ്ങളും അനുഭവങ്ങളും വ്യത്യസ്തങ്ങളാകും. അതുകൊണ്ട് അള്ളാഹു അതിനുപയോഗിച്ച പദം ലിയശ്ഹദു, അവർ അനുഭവിച്ചറിയാൻ, അവർ ആസ്വദിക്കാൻ, സാക്ഷിയാകാൻ, മനാഫിഅ ലഹും, അതിന്റെ പ്രയോജനത്തിന് എന്നാണ്. മഹാനായ ഇമാം അബൂ ഹനീഫ ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളിൽ മനുഷ്യന്റെ മനസ്സിനെ ഏറ്റവുമേറെ സ്വാധീനിക്കുന്നത് ഏതാണ് എന്ന കാര്യത്തിൽ, ഇബാദത്തുകളിൽ അത് ഏതാണെന്ന കാര്യത്തിൽ ഇമാം അബൂ ഹനീഫക്ക് ഒരു സമയത്ത് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ ഹജ്ജ് നിർവഹിച്ച ശേഷം അദ്ദേഹം തീർത്തു പറഞ്ഞു, അള്ളാഹ് ഒരു നല്ല ഹജ്ജ് നിർവഹിക്കുന്നിടത്തോളം ഒരു വിശ്വാസിക്ക് അള്ളാഹുവുമായിട്ട് ആത്മബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന, അതിനെ സുദൃഢമാക്കാൻ കഴിയുന്ന മറ്റൊരു ഇബാദത്തുമില്ല എന്ന് അദ്ദേഹം തീർത്തു പറയുന്നതായിട്ട് കാണാൻ കഴിയും. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് ആ മഹത്തായ ഹജ്ജ് കർമ്മത്തിന്റെ നിരവധിയായ പ്രത്യേകതകളും പുണ്യങ്ങളും ഈ സന്ദർഭത്തിൽ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, ലോകത്ത് മനുഷ്യർ യാത്ര ചെയ്യുന്നത് പ്രത്യേകിച്ചും 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിലൊന്ന് മനുഷ്യൻ വിനോദത്തിന് വേണ്ടി നടത്തുന്ന യാത്രയാണ്, മറ്റൊന്ന് സമ്പാദിക്കാൻ വേണ്ടി നടത്തുന്ന യാത്രയാണ്. ഈ 2 യാത്രയിലും മനുഷ്യൻ നടത്തുന്ന വീട് വിട്ടിറങ്ങുന്നതും വീട്ടുകാരോട് വിട പറയുന്നതുമൊക്കെ അവന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ സുഖങ്ങൾക്കും ആനന്ദങ്ങൾക്കും വേണ്ടിയിട്ടോ ആണ്. എന്നാൽ അതുപോലെയല്ല ഹജ്ജ്. വലിയ സമ്പത്ത് ചിലവഴിച്ചുകൊണ്ട്, ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ഒരാൾ ഹജ്ജിന് പോകുന്നു എന്നതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ അള്ളാഹുവും അദ്ദേഹവും തമ്മിൽ ആത്മബന്ധമുണ്ട് എന്നതിന്റെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കൽ തനിക്ക് നിർബന്ധമാണെന്ന ഉത്തമ ബോധ്യം അദ്ദേഹത്തിന്റെ മനസ്സിനുണ്ട് എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ്. എന്നാൽ അതുമാത്രവുമല്ല, ഉസ്താദ് ഇമാം മൗദൂദി സൂചിപ്പിക്കുന്നത് പോലെ യഥാർത്ഥത്തിൽ അതിന്റെ താല്പര്യം ഇസ്ലാമിന് ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ എന്ത് കഷ്ടവും നഷ്ടവും സഹിച്ചുകൊണ്ട്, എല്ലാം ത്യജിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടാൻ സന്നദ്ധമാകണം എന്ന സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഹജ്ജിന്റെ ഒരു പാഠമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരാൾ ഹജ്ജിന് തീരുമാനിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയ ഒരു തിരുത്തൽ ശക്തിയായി ഹജ്ജും ഉംറയും മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇന്നലെ വരെ ചെയ്തു പോയ ചെറിയ വീഴ്ചകൾ പോലും അസഹ്യമായി തീരുന്ന,
അതിന്റെ പേരിൽ സങ്കടപ്പെടുകയും അത് തിരുത്തിക്കുവാനും മാപ്പ് പറയാനുമൊക്കെ ദാഹിക്കുന്ന ഒരു മനസ്സിലേക്ക് ആ മനുഷ്യൻ മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇന്നലകളിൽ ഇന്നലകളിൽ മറ്റുള്ളവരോട് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറയാനും മാപ്പ് പറയാനും മാപ്പ് ചോദിക്കുവാനും ഈ ഹജ്ജിന് പോകുന്ന വിശ്വാസിക്ക് മാത്രമേ, അല്ലെങ്കിൽ ഉംറക്ക് പുറപ്പെടുന്ന വിശ്വാസിക്ക് മാത്രമേ പലപ്പോഴും അവസരമുണ്ടാകാറുള്ളൂ എന്നതാണ്. അതുപോലെ തന്നെ മനസ്സറിഞ്ഞ് മാപ്പ് നൽകുന്ന ഒരു മാനസികാന്തരീക്ഷവും അള്ളാഹു നൽകുന്നതും അത്തരം വിടപറച്ചിലിൽ മാത്രമാണ് എന്നും ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് അതൊരു മഹാസൗഭാഗ്യമാണ്. ഇഹലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് തന്റെ കൈ കൊണ്ട്, തന്റെ കാല്, തന്റെ പണം കൊണ്ട്, തന്റെ കൈ കൊണ്ട്, തന്റെ നാവ് കൊണ്ട് വേദനിപ്പിച്ച മുഴുവൻ മനുഷ്യരോടും മാപ്പ് ചോദിക്കാനുള്ള, അത് മുഴുവൻ മാപ്പ് ലഭിക്കാനുള്ള ഒരു മഹാഭാഗ്യം യഥാർത്ഥത്തിൽ നമുക്കൊരിക്കലും ജീവിതത്തിൽ ലഭിക്കുക എന്നുള്ളത് പലപ്പോഴും അത്തരം സന്ദർഭങ്ങളിലാണ് എന്ന് നമ്മൾ ഓർക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് മറ്റു മുസ്ലിങ്ങളെ തന്റെ നാവ് കൊണ്ടോ കൈകൊണ്ടോ ഒരർത്ഥത്തിലും ഉപദ്രവിക്കാത്തവനാണ്. ആരെക്കുറിച്ചാണോ മറ്റു വിശ്വാസികൾക്ക് നിർഭയം കിട്ടുന്നത്, ഒരർത്ഥത്തിലും തന്നെ ദ്രോഹിക്കുകയില്ല എന്ന് ആരെക്കുറിച്ചാണോ മറ്റുള്ളവർക്ക് സ്വസ്ഥതയടയാൻ കഴിയുന്നത്, അത്തരത്തിലുള്ള ആളുകൾ മാത്രമാണ് വിശ്വാസി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഒരു പണ്ഡിതൻ പറഞ്ഞു, ഇപ്പൊ അങ്ങനെ ഒരാളെ കിട്ടണമെങ്കിൽ ആൾ മരിച്ചാലേ പിന്നെ തന്നെ ഉപദ്രവിക്കൂല എന്ന് ഉറപ്പുള്ളൂ എന്ന് അദ്ദേഹം തമാശയായി പറയുകയുണ്ടായി. പ്രിയമുള്ള സഹോദരങ്ങളെ, അത്തരത്തിലുള്ള ഒരു വിശുദ്ധിയിലേക്ക് നമ്മളറിയണം. ഇഹ്റാമിൽ ഒരാൾ പ്രവേശിക്കുന്നതോടുകൂടി ഇന്നലെ വരെ ഹലാലായിരുന്ന പലതും അയാൾക്ക് ഹറാമായി തീരുകയാണ്. അഥവാ ജീവിതത്തിൽ ഹറാമും ഹലാലും തീരുമാനിക്കുന്നത്, വ്യത്യസ്ത സമയങ്ങളിൽ അത് നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു വലിയ സംഭവം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇഹ്റാം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിൽ, ഏത് സ്വഭാവത്തിൽ അള്ളാഹുവാണ് തനിക്ക് അനുവദിക്കപ്പെട്ടതും ഹറാമായതും നിശ്ചയിക്കുന്നതെങ്കിലും അതൊക്കെയും സ്വീകരിക്കാൻ സന്നദ്ധമാണ് എന്ന വലിയ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഇഹ്റാം എന്ന് നമുക്ക് കാണാം. തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല, മറിച്ച് കഫംപുടവ പോലെ 2 വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി എന്ന് കൽപ്പിക്കുമ്പോ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുന്നവർ നമ്മളറിയണം. യഥാർത്ഥത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഏത് ഘട്ടത്തിലും പാലിക്കുമെന്ന പ്രഖ്യാപനമാണ് അതിലൂടെ നിർവഹിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അതിന്റെ മറ്റൊരു വശം, കൊട്ടാരത്തിൽ ജീവിച്ചവനും അല്ലെങ്കിൽ കൊട്ടാരത്തിൽ നിന്നും ജീവിച്ചവനും കുടിലിൽ നിന്ന് വന്നവനും, ഭരണാധികാരിയും ഭരണീയനും, അതുപോലെ തന്നെ മുതലാളിയും തൊഴിലാളിയും, വെളുത്തവനും കറുത്തവനും, അറബിയും അനറബിയും എല്ലാവരും ഒരുപോലെ തോളുരുമ്മി, അല്ല അവരെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒരേ വേഷവിധാനം ധരിക്കുന്ന ഇസ്ലാം ലോകത്തോട് പ്രഖ്യാപിച്ച മാനവ സാഹോദര്യത്തിന്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണവും ഒരു ദൃശ്യവുമാണ് അത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ലോകത്ത് ഏതെങ്കിലും ഒരു സമൂഹത്തിന് അത്തരം ഒരു ചിത്രം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. നമ്മൾ അറിയണം, മേൽജവർണനും അവർണനുമായി, മേൽജാതിക്കാരനും കീഴ്ജാതിക്കാരനുമായി, അങ്ങനെ മേൽജാതിക്കാരനെ സേവിക്കാൻ വേണ്ടി ജന്മം കൊണ്ടതാണ് കീഴ്ജാതിക്കാരൻ എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസ സംസ്കാരത്തിന് എത്രയോ വിഭിന്നമാണ് അള്ളാഹു മാനവരാശിയോട് പഠിപ്പിച്ച ഈ മഹത്തായ ജീവിത സങ്കല്പം എന്ന് നമ്മൾ അറിയണം. എല്ലാ മനുഷ്യരും ഒന്നാണ്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ.
വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. അല്ലയോ മനുഷ്യരെ, നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നാം സൃഷ്ടിച്ചത്. വ്യത്യസ്ത ഗോത്രങ്ങളും വിഭാഗങ്ങളും ആക്കിയതിന്റെ പിന്നിൽ അള്ളാഹു ഉദ്ദേശിച്ച ഒറ്റ താല്പര്യം ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളിൽ ചിലർ മേലാളന്മാരായതുകൊണ്ടോ ചിലർ കീഴാളന്മാരായതുകൊണ്ടോ അല്ല. വെളുത്തവന് എന്തെങ്കിലും വംശീയ മേലാളിത്തമുള്ളത് കൊണ്ടോ കറുത്തവന് എന്തെങ്കിലും അധമത്വമുള്ളത് കൊണ്ടോ അല്ല, മറിച്ച് അതിനെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ ഉദ്ദേശം മനുഷ്യർ പരസ്പരം തിരിച്ചറിയണം, അഡ്രസ് ഉണ്ടാകണം എന്നത് മാത്രമാണെന്ന ഈ ഒരു പ്രഖ്യാപനം നമ്മൾ അറിയണം. വെറുതെ പ്രഖ്യാപിക്കുക മാത്രമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിമവംശത്തിൽ അടിമയായി ജീവിച്ച ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ, ആഫ്രിക്കക്കാരനായ കറുകറുത്ത തൊലിയും കറുത്ത മുടിയുമുള്ള ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നമുക്കറിയാം, കഅബാലയത്തിന്റെ മുകളിൽ കയറ്റി ബാങ്ക് വിളിപ്പിച്ചുകൊണ്ട് ലോകത്തോട് പ്രഖ്യാപിച്ചതും ഇസ്ലാം കേവലം എന്തെങ്കിലും മനുഷ്യരോ ആകർഷിക്കാൻ വേണ്ടി നടത്തുന്ന പ്രഖ്യാപനമല്ല. ഇത് അള്ളാഹുവിന്റെ തീരുമാനം തന്നെയാണ്. ഇതാ ഈ ദർശനത്തിന്റെ സവിശേഷതയാണ് എന്ന് ലോകത്തറിയിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ അറിയണം, ഇന്നും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരമായ വംശീയതയുടെ, വർഗീയതയുടെ ഭീകരമായ കയ്യേറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്, നമ്മുടെ കേരളത്തിൽ SNDP-യുടെ നേതാവ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വർഗീയ വിദ്വേഷം പരത്തുന്ന പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാതൽ ഈ കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹങ്ങൾ, പ്രത്യേകിച്ചും മുസ്ലിം സമൂഹം എല്ലാ അവകാശങ്ങളും കവർന്നെടുക്കുകയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രബുദ്ധമായ കേരളത്തിന്റെ സൗഹൃദത്തെയും സമാധാനത്തെയും തകർക്കുന്ന ഈ പ്രസ്താവനകൾ ആർക്കു വേണ്ടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കൊക്കെയും അറിയാം. പക്ഷേ നമ്മൾ അറിയണം, അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്ന പ്രസ്താവനകൾ തീർത്തും വാസ്തവ വിരുദ്ധമാണ് എന്നതാണ്. കേരളത്തിലെ മുസ്ലിങ്ങളെ കുറിച്ച് ആധികാരികമായി പറയാവുന്ന രണ്ട് പഠനങ്ങളിൽ ഒന്ന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടാണ്, മറ്റൊന്ന് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടാണ്. ഈ രണ്ട് റിപ്പോർട്ടുകളും ഉത്തരവാദിത്തപ്പെട്ട സർക്കാരുകൾ നിയോഗിച്ച കമ്മിറ്റികൾ നടത്തിയ സത്യസന്ധമായ പഠനങ്ങളാണ്. ഇത് രണ്ടിലും പറയുന്നത് മുസ്ലിം സമുദായം അതിന്റെ ജനസംഖ്യാനുപാതത്തിന്റെ 4 പോലും ഈ അവകാശങ്ങളൊന്നും നേടിയെടുത്തിട്ടില്ല എന്നാണ്. എന്ന് മാത്രമല്ല, പതിതാവസ്ഥയിലാണ് ഈ സമുദായം കടക്കുന്നത് എന്ന് ഔദ്യോഗിക കണക്കുകളൊക്കെ ഉണ്ടായിരിക്കെയാണ് തീർത്തും വിരുദ്ധമായ, സത്യവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുന്നത് എന്നെന്റെ സഹോദരങ്ങൾ അറിയണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ചു വരുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം വിഭാവന ചെയ്യുന്ന സമത്വത്തിന്റെയും ഇസ്ലാം വിഭാവന ചെയ്യുന്ന സാഹോദര്യത്തിന്റെയും ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഹജ്ജിലെ ഈ കാഴ്ച എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ലിയശ്ഹദൂ മനാഫിഅ ലഹും, അതിന്റെ ഓരോ പ്രയോജനങ്ങളും ഓരോരുത്തർക്കും തിരിച്ചറിയുവാൻ വേണ്ടിയാണ് എന്നതാണ്. അള്ളാഹുവിനെ പ്രാപിക്കുവാൻ, അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ഏറ്റവും ലളിതമായ വേഷം നൽകിയ ഇസ്ലാം നമ്മൾ അറിയണം. യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ഓരോ കർമ്മങ്ങളിലും ഈ സന്ദേശം നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം പഠിപ്പിച്ച തവാഫ് 7 തവാഫാണ്. ഇസ്ലാം പഠിപ്പിച്ച 7 തവാഫുകൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ജീവിത സന്ദേശമാണ്. അള്ളാഹുവിന്റെ നിയമങ്ങളാൽ, ആ നിയമങ്ങൾക്ക് ചുറ്റും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസി സമൂഹം ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളും നമ്മൾ അറിയേണ്ടത്, തവാഫ് ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങി ഹജറുൽ അസ്വദിലാണ് അവസാനിക്കുന്നത് ഓരോ തവാഫും. അഥവാ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗവും, ജീവിതത്തിന്റെ മുഴുവൻ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കുള്ളിൽ ചുറ്റിത്തിരിയുന്ന ഒരു ഉദാഹരണമാണ് വിശ്വാസിയുടേത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉദാഹരിച്ചു,
വിശ്വാസിയുടെ ജീവിതം ഒരു കുറ്റിയിൽ കെട്ടിയിട്ട മൃഗത്തിന്റെ ഉദാഹരണമാണ്. ആ കയറ് അനുവദിക്കുന്നിടത്തോളം മാത്രമാണ് അത് പുല്ലു തിന്നുകയുള്ളൂ. ആ കയർ അനുവദിക്കുന്നിടം മാത്രമാണ് അത് സഞ്ചരിക്കുകയുള്ളൂ. ഇതാണ് വിശ്വാസിയുടെ ഉപമ. അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ മുഴുവൻ സമയവും ജീവിച്ചു കൊണ്ടിരിക്കുന്ന, ഞാൻ ഓതിയ ആയത്തിലും അത് അള്ളാഹു പറയുന്നുണ്ട്, കുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ, പ്രവാചകരെ പറയണം, ഇന്ന സ്വലാത്തി എന്റെ നമസ്കാരവും, ഇന്ന സ്വലാത്തി വനുസുക്കി എന്റെ ബലികർമ്മവും, വമഹ്യായ എന്റെ ജീവിതവും, വമമാത്തി എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ജീവിതത്തിൽ നിന്നും ഒന്നും മാറ്റിവെക്കാതെ ജീവിതത്തിന്റെ സമസ്ത സമയവും സമസ്ത മണ്ഡലങ്ങളും അള്ളാഹുവിനെ സമർപ്പിക്കുന്നതിന്റെ പേരാണ് ഇസ്ലാം എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ഹജ്ജിലെ ആ തവാഫ് അടയാളപ്പെടുത്തുന്നതും അത്തരത്തിലുള്ള ഒരു പ്രയാണമാണ്. മഹാനായ ഇമാം അലി ശരീഅത്തി എന്ന് പറയുന്ന ഇറാനിലെ ഒരു പണ്ഡിതൻ, അദ്ദേഹം എഴുതിയ ഹജ്ജ് എന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം അതിൻ്റെ ഒരുപാട് താല്പര്യങ്ങളിലേക്ക് കടന്നു പോകുന്നുണ്ട്. അതിൽ അദ്ദേഹം വിശദീകരിക്കുന്ന ഒന്ന്, തവാഫ് പൂർണ്ണമായും ആത്മീയമായ ഒരു കർമ്മമാണെങ്കിൽ അതിനുശേഷം നടക്കുന്ന സഅയ് അതും 7 പ്രാവശ്യമാണ്. സഅയ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വെള്ളത്തിന് വേണ്ടിയുള്ള ഓട്ടമാണ്, പച്ചവെള്ളത്തിന് വേണ്ടിയുള്ള ഓട്ടം. ഹജറ റളിയല്ലാഹു അൻഹ ഓടിയത് തന്റെ മകന് പച്ചവെള്ളം തേടിയിട്ടാണ്. പച്ചവെള്ളമാകുന്ന ഒരു ഭൗതിക വസ്തുവിന് വേണ്ടി, ഇഹലോകത്തെ ഒരു ആവശ്യ വസ്തുവിന് വേണ്ടി ഓടിയതും ഈ ആരാധനയുടെ, ഈ ഹജ്ജിന്റെ അവിഭാജ്യ ഘടകമായതെങ്ങനെ 7 പ്രാവശ്യമാണ് തവാഫെങ്കിൽ അതേ എണ്ണം തന്നെ സഈനും വരാൻ മാത്രം ഈ ഭൗതികമായ ഓട്ടത്തിന് പ്രാധാന്യം വന്നതെങ്ങനെ? നമ്മളറിയണം, ഇസ്ലാം അങ്ങനെ തന്നെയാണ്. അത് ആത്മീയതയുടെയും ഭൗതികതയുടെയും സമ്മേളിക്കുന്ന, ഇരുലോകത്തെയും സമ്മേളിപ്പിക്കുന്ന ഒരു ദർശനത്തിന്റെ പേരാണ്. നമ്മളറിയണം, ഹജറ റളിയല്ലാഹു അൻഹ നമുക്ക് നൽകുന്ന പാഠവും അതാണ്. കേവലം പ്രാർത്ഥനകൾ മാത്രമല്ല, അധ്വാനവും ആവശ്യമുണ്ട് എന്ന, കേവലം പ്രാർത്ഥിച്ച് തൃപ്തി അടയുന്ന ഒരു ലോകത്തെ കുറിച്ചല്ല, മറിച്ച് അധ്വാനിക്കുക കൂടി ചെയ്യുന്ന ഒരു ലോകത്തെ കുറിച്ചാണ് വിശ്വാസി ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ഏകാന്തനായി ഹിറാ ഗുഹയിൽ താമസിച്ചിരുന്നത് നമുക്കറിയാം. ഒരുപാട് ദിനങ്ങൾ അങ്ങനെ പ്രവാചകൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അത്തരം ഒരു സന്ദർഭത്തിലായിരുന്നല്ലോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന് നുബുവത്തുമായി കടന്നു വരുന്നത്. പക്ഷേ പിന്നീടുള്ള പ്രവാചകന്റെ ചരിത്രം ഹിറാ ഗുഹയുടെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഗുഹയുടെ അകത്തളത്തിലായിരുന്നില്ല. പിന്നീട് പ്രവാചകൻ ഗുഹയിൽ കടക്കുന്നത് ഇസ്ലാമിക മാർഗത്തിലുള്ള ഒരു പ്രയാണത്തിനിടെ സൗർ ഗുഹയിൽ മാത്രമാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. മറിച്ച് പ്രവാചകൻ പിന്നീട് ജീവിച്ചത് മുഴുവൻ ജനങ്ങളുടെ മധ്യത്തിലായിരുന്നു എന്ന് നമ്മൾ അറിയണം. കാരണം ജനസേവനം എന്ന് പറയുന്നത് വഴിതെറ്റിയ ജനസമൂഹങ്ങളെ നേർമാർഗത്തിലേക്ക് വഴിതെളിക്കുന്നതിനേക്കാൾ വലിയ മറ്റൊരു ത്യാഗവുമില്ല, മറ്റൊരു ജനസേവനവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. വഴിതെറ്റിയ ജനതയെ സന്മാർഗത്തിലേക്ക് കൈപിടിച്ചാനയിക്കുന്നതിനേക്കാൾ വലിയ മറ്റൊരു ജനസേവന പ്രവർത്തനവുമില്ല. വളരെ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ഹജ്ജ് കർമ്മത്തിൽ നമ്മൾ അനുകരിക്കുന്ന ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരും യഥാർത്ഥത്തിൽ നടത്തിയ ജനസേവനം ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുത്തത് മാത്രമല്ല, മറിച്ച് അവരൊക്കെയും അടയാളപ്പെടുത്തിയത് വഴിതെറ്റിയ ജനതയെ, സന്മാർഗമറിയാത്ത ജനതയെ നേർമാർഗത്തിലേക്ക് വഴി നടത്താൻ പരിശ്രമിച്ചു എന്നതാണെന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഹജ്ജിന്റെ ഓരോ കർമ്മവും നമ്മോട് ആവശ്യപ്പെടുന്നത്, ഹജ്ജിന്റെയും അനുബന്ധമായ മുഴുവൻ കർമ്മങ്ങളും ചടങ്ങുകളും നമുക്ക് നൽകുന്ന പാഠം, നമ്മളൊക്കെയും ആ മഹാപ്രവാചകന്മാരുടെ പാതകളിലൂടെ സഞ്ചരിക്കണം എന്നാണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് സാധ്യമാകും വിധം അതേ ദൗത്യം നിർവഹിക്കണമെന്നാണ് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ഈ സഅയും അതുപോലെ തന്നെ തവാഫും സഅയും എല്ലാം നമ്മളോട് പറയുന്നതാണ്. പിന്നീട് ജംറയിൽ കല്ലെറിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ തന്നെ ഇക്കാലം അത്രയും വഴിതെറ്റിച്ച പിശാച് ഇനി ഒരിക്കലും മറ്റൊരാളെയും വഴിതെറ്റിക്കരുത് എന്നുള്ള
ഒരു വിശ്വാസിയുടെ ആത്മബോധത്തിൽ നിന്നുള്ള കല്ലേറാണ് എന്ന് ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നുണ്ട്. സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വന്തം ജീവിതത്തിൽ പിശാച് നടത്തിയ വഴിപിഴപ്പിക്കലുകൾ, അതിനെക്കുറിച്ചുള്ള അമർഷത്തിൽ നിന്ന് മറ്റൊരാളെയും പിശാച് വഴിതെറ്റിക്കാൻ സമ്മതിക്കില്ല എന്ന ദൃഢപ്രതിജ്ഞയുടെ കൂടി പേരാണ് യഥാർത്ഥത്തിൽ ജംറയിലെ കല്ലേറ്. നമുക്കറിയാം, എത്ര ദിവസമാണോ നമ്മൾ ഈ ഹജ്ജാജിമാർ അവിടെ താമസിക്കുന്നത്, അത്രയും ദിവസവും ജംറയിൽ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കും. കാരണം അതൊരിക്കലും നിർത്താൻ പറ്റാത്ത പ്രവർത്തനമാണ്. തന്റെ നാട്ടിൽ വന്നാലും തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിന്, അസത്യത്തിനെതിരെയുള്ള പോരാട്ടത്തിന്, അസാൻമാർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തിന് അവനെ പാകപ്പെടുത്തി പറഞ്ഞേക്കുന്നത് പോലെ, പരിശീലനം നൽകി പറഞ്ഞേക്കുന്നത് പോലെ ഒരു അനുഭവത്തെയാണ് ഹജ്ജ് നൽകുന്നത്, സമ്മാനിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, അതിൽ നൽകുന്ന ഓരോ പ്രാർത്ഥനയും അങ്ങനെ തന്നെയാണ്. ഇന്നൽ ഹംദ വന്നിഅമത ലക്, അല്ലാഹുവേ തീർച്ചയായും നിനക്കാണ് സർവസ്തുതിയും. വന്നിഅമത്, നീ എല്ലാ അനുഗ്രഹങ്ങളും നിന്റേതാണ്, നീ തന്നതുകൊണ്ട് മാത്രം കിട്ടിയതാണ്. വൽ മുൽക ലാ ശരീക ലക്, അല്ലാഹുവേ നിന്റെ ആധിപത്യത്തിൽ, ആ മുൽക്കിൽ, ഭരണാധിപത്യത്തിൽ മറ്റൊരാൾക്കും പങ്കില്ല റബ്ബേ. ഓരോ പ്രാർത്ഥനയിലും ഇത്തരത്തിലുള്ള ആ പ്രഖ്യാപനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, പൂർണ്ണമായും അള്ളാഹുവിലേക്ക് ഒതുങ്ങുവാൻ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വഴങ്ങുവാൻ, അള്ളാഹുവിനെ കീഴ്പ്പെടുവാൻ ഉള്ള ആഹ്വാനമാണ് എല്ലാ അർത്ഥത്തിലും ഈ വിശുദ്ധ ഹജ്ജ് കർമ്മം ഓരോ വിശ്വാസിയും പ്രേരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും എന്ന് നമ്മൾ അറിയണം. ആ അർത്ഥത്തിൽ ഹജ്ജിനെ കാണാനും അതിനുശേഷമുള്ള ജീവിതത്തിൽ അത് പ്രതിഫലിപ്പിക്കാനും കഴിയുന്നിടത്താണ് യഥാർത്ഥത്തിൽ അതിന്റെ വിജയമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പടച്ചതമ്പുരാൻ. അത്തരത്തിൽ ഹജ്ജിന്റെ സൽഫലങ്ങൾ എല്ലാ അർത്ഥത്തിലും നമുക്കൊക്കെയും പ്രദാനം ചെയ്യുന്ന ഒരു ഹജ്ജായി, ഹജ്ജ് കർമ്മമായി ഈ വർഷത്തെ ഹജ്ജിനെ അള്ളാഹു മാറ്റുമാറാകട്ടെ. ലോകവും സമൂഹവും അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾക്ക് നടുവിൽ ഇബ്രാഹീമുമാരില്ലാതെ, ഇസ്മായിലുമാരില്ലാതെ, സമുദായത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്ന ആർജവമുള്ള നേതാക്കന്മാരില്ലാതെ, കൂട്ടം തെറ്റിയ ആട്ടിൻപറ്റം പോലെ, ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ലോകത്ത് ചിതറിക്കിടക്കുന്ന ഒരു സമുദായം തീർച്ചയായും വലിയ നേതാക്കന്മാരെ കൊണ്ട്, ദിഷണാശാലികളായ വളരെ പ്രാപ്തരായ വലിയ വലിയ നേതാക്കളെ കൊണ്ട് അള്ളാഹു ഈ സമുദായത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുഴുവൻ ഊർജവും മുഴുവൻ ശക്തിയും നേരിന്റെ പാതയിൽ സമർപ്പിക്കപ്പെടാൻ പറ്റുന്ന ഒരു സാമൂഹിക സന്ദർഭവും സാഹചര്യവും മുസ്ലിം ലോകത്തിന് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെമ്പാടും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് മുത്തക്കീങ്ങളായി ജീവിക്കാൻ ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നാം ഏവരെയും അത്തരത്തിലുള്ള നല്ലവരായ വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ ഈ ബലിപെരുന്നാളുമായതിനോട് ചേർന്ന് നമ്മൾ നിർവഹിക്കുന്ന ഏറ്റവും സുപ്രധാനമായ കർമ്മമാണ് ഉദ്ഹിയ്യത്ത് എന്ന ബലികർമ്മം. അതിൻ്റെ ചരിത്രവും അതിൻ്റെ താല്പര്യവുമൊക്കെ പലവിധ പട്ടത്തിലും മനസ്സിലാക്കിയവരാണ് നമ്മൾ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹുവിൻ്റെ ആ പ്രിയദാസൻ, ജീവിതത്തിൻ്റെ 80-ാമത്തെ വയസ്സിൽ, ചില റിപ്പോർട്ടിൽ 90-ാമത്തെ വയസ്സിൽ, ഒരുപാട് കാലത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം അള്ളാഹു നൽകിയ ഒരു കൺമണിയാണ്, പൊന്നാര മകനാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹുവിനോടുള്ള കൂറ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രകടിപ്പിച്ചത് നമുക്കൊക്കെയും കാണാം. മക്കയിൽ പണിത കഅബാലയത്തിൻ്റെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടേതാണെങ്കിൽ, ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസും പണിതത് അതേ പ്രവാചകന്റെ കരങ്ങളാലാണ് എങ്കിൽ എത്രയോ കിലോമീറ്ററുകൾ
യാതൊരു സൗകര്യങ്ങളുമില്ലാത്ത കാലത്ത് അള്ളാഹുവിൻ്റെ ദൗത്യവുമായി ആ പ്രവാചകൻ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ ആ പ്രവാചകൻ, അള്ളാഹുവിന് അത്രയേറെ പ്രിയപ്പെട്ട ആ പ്രവാചകൻ വീണ്ടും പരീക്ഷിക്കപ്പെട്ടതാണ്. തൻ്റെ മകനെ അറുക്കാനുള്ള കൽപ്പന. പക്ഷേ ആ കൽപ്പനക്ക് മുമ്പിലും പതറാതെ നിന്ന പ്രവാചകൻ, ഏറ്റവും തനിക്ക് പ്രിയപ്പെട്ടത് അള്ളാഹുവിൻ്റെ പേരിൽ ബലിയർപ്പിക്കാൻ സന്നദ്ധനായ പ്രവാചകൻ. ബലിയുടെ താല്പര്യം അതുതന്നെയാണ്. നമുക്കറിയാം, ഞാനും നിങ്ങളൊക്കെ നമ്മുടെ ഇസ്മായിലുമാരെ കണ്ടെത്തണം. അള്ളാഹുവിനേക്കാൾ നമുക്ക് തടസ്സമായി നിൽക്കുന്ന, അള്ളാഹുവിനേക്കാൾ പ്രിയങ്കരമായി നമ്മൾ കൊണ്ടു നടക്കുന്ന പലതുമാണ് നമ്മുടെ ഇസ്മായിലുമാർ. തണുത്ത പ്രഭാതത്തിൽ ഒരു ഉറക്കം, അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ നമുക്ക് തടസ്സമാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ഇസ്മായിലാണ്. അതിനെ നമ്മൾ ബലിയെറുക്കണം. നമ്മുടെ ദേഹേച്ഛകൾ, തെറ്റായ സ്വഭാവങ്ങൾ, ശീലങ്ങൾ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എന്തൊക്കെയുണ്ടോ ആ ഇസ്മായിലുമാരൊക്കെ നമ്മൾ നോട്ട് ചെയ്യുകയും അവരെയൊക്കെയും ബലിയർപ്പിക്കുകയും ചെയ്യുക എന്നതാണ് മൃഗത്തെ ബലിയെറുക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകനായിരുന്നു ഇസ്മായിൽ. അഥവാ അള്ളാഹുവിന് മുമ്പിൽ അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള അനുസരണത്തിന് തടസ്സമാകാൻ സാധ്യതയുണ്ടായിരുന്ന ഏറ്റവും വലിയ സ്നേഹഭാജനം എന്ന് നമ്മൾ അറിയണം. പക്ഷെ അതിനെയും അള്ളാഹ് കൽപ്പിച്ചപ്പോൾ പരിത്യജിച്ച പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. മദ്യത്തിന്റെ അടിമകളായിരുന്ന അറബ് സമൂഹം അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ മദ്യത്തെ കൈയൊഴിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ അത്തരം തിരുത്തലുകൾ വരുത്താൻ, മാറ്റങ്ങൾ വരുത്താൻ തീർച്ചയായും ഈ ബലി നമുക്ക് പ്രചോദനമാകട്ടെ. അതാണ് അതിൻ്റെ താല്പര്യം. അതല്ലാതെ അള്ളാഹു തന്നെ പഠിപ്പിക്കുന്നു, അള്ളാഹുവിലേക്ക് അതിൻ്റെ മാംസമോ അതിൻ്റെ രക്തമോ അള്ളാഹുവിലേക്ക് എത്താൻ പോകുന്നില്ല. മറിച്ച് അള്ളാഹുവിലേക്ക് എത്തുന്നത് നിങ്ങളുടെ തഖ്വ മാത്രമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അള്ളാഹുവിലേക്ക് നിങ്ങൾ അറുത്ത മൃഗത്തിന്റെ മാംസമോ രക്തമോ എത്തുന്നില്ല. ഇതൊന്നുമല്ല. അള്ളാഹുവിന് അറിയേണ്ടത് നിങ്ങളുടെ തഖ്വയാണ്. നിങ്ങൾ അള്ളാഹുവുമായുള്ള ബന്ധത്തെ എത്രത്തോളം ഭംഗിയാക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്, ശ്രമിക്കുന്നു എന്നതാണ് അള്ളാഹുവിന് അറിയേണ്ടത് എന്നുകൂടി നമ്മൾ ഈ ആയത്തിൽ നമ്മൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു മാനസികാവസ്ഥയോടുകൂടി ആ കർമ്മത്തെ കാണുവാൻ, ഇവിടെ നടക്കുന്ന എല്ലാ അത്തരത്തിലുള്ള ഉലുഹിയത്ത് കർമ്മത്തിലും ആ മഹത്തായ കർമ്മത്തിൽ പങ്കാളികളാകാനും അതിനെല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കാനൊക്കെ നമ്മൾ പരിശ്രമിക്കുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ച മുഴുവൻ വർഷങ്ങളിലും പ്രവാചകൻ ബലിയെറുത്തിരുന്നതായി ഹദീസുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് അതിന് സാധ്യതയുണ്ടായിട്ടും അതിൽ പങ്കുചേരാത്തവൻ ഫലാ തഖ്റബു മുസല്ലാന, നമ്മൾ പെരുന്നാൾ നമസ്കരിക്കാൻ വരാതിരിക്കട്ടെ എന്ന് പറയുന്നതായിട്ടൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതുമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ആ ഗൗരവത്തോടെ ആ വിഷയത്തെ കാണാനും ആ പുണ്യത്തിൽ പങ്കുചേരാനും എല്ലാ അർത്ഥത്തിലും പങ്കുചേരാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് കൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല സംരംഭങ്ങളെയും സംവിധാനങ്ങളെയും അള്ളാഹു വിജയിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ചിലർ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, ഒരു രോഗി അദ്ദേഹത്തിൻ്റെ ഒരു ക്രിട്ടിക്കൽ ഒരു സ്റ്റേജിൽ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആ കുടുംബം വളരെ ആശങ്കയിലാണ്. അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി രാവിലെ സംസാരിക്കുകയും പറയുകയും ചെയ്ത് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറയണം, ഞങ്ങളെ വലിയ സങ്കടത്തിലാണ് എന്നതാണ്. പടച്ച തമ്പുരാൻ അള്ളാഹു ആ കുടുംബത്തിന് സമാധാനവും ആശ്വാസവും നൽകുമാറാകട്ടെ. എല്ലാവിധ മാരക രോഗങ്ങളിൽ നിന്നും നമ്മയും അവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സമാധാനവും സ്വസ്ഥതയും നിറഞ്ഞ ജീവിതം നമുക്കെല്ലാം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മാതാവ് മരണപ്പെട്ടതിൻ്റെ പേരിൽ വേദനിക്കുന്നവരുണ്ട്. പടച്ച തമ്പുരാൻ അവരുടെ മനസ്സിന് ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങൾ, അതുപോലെ പല രോഗികളായ പലരും അവരുടെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാറുണ്ട്. കരുണാവാരിധിയായ റബ്ബ്
എല്ലാ ഓരോ രോഗികൾക്കും ആരോഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും അവർക്കും അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം അറിയിക്കാനുള്ളത്, നമ്മുടെ പെരുന്നാൾ നമസ്കാരം നമുക്കറിയാം, തിങ്കളാഴ്ചയാണ് ഈ കേരളത്തിൽ ബലിപെരുന്നാൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. പെരുന്നാൾ നമസ്കാരം രാവിലെ 7:30 മണിക്കാണ് നടക്കുക. മഴയുടെ ഒരു പ്രത്യേക കാലാവസ്ഥ പരിഗണിച്ചുകൊണ്ട് പള്ളിയിലാണ് നമസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. പരമാവധി നേരത്തെ തന്നെ എല്ലാ സഹോദരന്മാരും സഹോദരിമാരും എത്തിച്ചേരണമെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. അള്ളാഹു എല്ലാം സുഗമമായി നമ്മുടെ സംരംഭങ്ങൾ, നമസ്കാരം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തുവാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ന് ദിവസം തന്നെ നമ്മുടെ മഹല്ല് പ്രഖ്യാപിച്ച വിവിധ മത്സര പരീക്ഷകളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും നിർവഹിക്കുന്നതാണ്. ബന്ധപ്പെട്ട എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്, എങ്കിലും ഒരു പൊതു അറിയിപ്പായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതും വിജയകരമാക്കി പര്യവസാനിപ്പിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. لا تشوي خلقنا بالنار إنها بئس الدار وبئس المثوى وبئس القرار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين.